ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫൈലം പോരിഫെറയെ കുറിച്ചാണ്. സോ ഫൈലം പോരിഫെറയുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലാണ്. എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം എന്നിവയൊന്നുമില്ല. ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്ന് ബോഡി പ്രോസസ്സായിട്ടുള്ള ഡൈജഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ ഒക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ബോഡി പ്ലാൻ പറയുമ്പോഴും നമ്മൾ സെൽ അഗ്രഗേറ്റ് ബോഡി പ്ലാൻ, അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്ന് അവരുടെ പ്രോസസ്സുകളെല്ലാം ചെയ്യുകയാണ്. ഇനി ഫൈലം പോരിഫെറയെ നമ്മൾ എങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കിയാലും നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പർട്ടിക്കുലർ ഷേപ്പ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവരെ എസിമെട്രിക്കൽ ഓർഗാനിസംസ് ആണെന്ന് പറയും. ഇനി ഇവരുടെ ജേം ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 2 ലെയേഴ്സ്, ഒരു ഔട്ടർ എക്ടോഡേമും ഒരു ഇന്നർ എൻഡോഡേമിൽ നിന്നുമാണ് ഇവരുടെ എല്ലാ സെൽസും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്നാണ് പറയുന്നത്. ഇവരുടെ ബോഡി പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഇവരുടെ സ്കെലട്ടണിനെ കുറിച്ച് നമ്മൾ പറയണം. ഇവർക്കൊരു ഔട്ടർ എക്സോ സ്കെലട്ടൺ ഉണ്ട്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബേഴ്സ് കൊണ്ടാണ്. അതിനെ നമ്മൾ സ്പൈക്യൂൾസ് അല്ലെങ്കിൽ സ്പഞ്ചൻ ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. ഇവരാണ് ഇതിനെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി ഡൈജഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ അകത്തുള്ള വാക്യൂൾസ് ആണ് ഇവരുടെ ഡൈജഷൻ ചെയ്യുന്നത്. ഇവർ ഫിൽട്ടർ ഫീഡേഴ്സ് ആണ്. സോ ബോഡിയിലുള്ള ഒരുപാട് പോറുകൾ അല്ലെങ്കിൽ ഒരുപാട് ഓപ്പണിങ്സിൽ കൂടെ വെള്ളം വരുന്ന സമയത്ത് ആ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഫുഡാണ് ഇവരെടുക്കുന്നത്. സോ മൈക്രോ ഫിൽട്ടേഴ്സ് അല്ലെങ്കിൽ ഫിൽട്ടർ ഫീഡേഴ്സ് എന്ന് നമ്മൾ ഇവരെ വിളിക്കാറുണ്ട്. ലോക്കോമോഷൻ അഥവാ മൂവ്മെൻറ്റ് ഇവർക്കില്ല. ഇവർ സെഡൻഡറി ആണ് അല്ലെങ്കിൽ സെസൈലാണ്. എന്ന് പറഞ്ഞാൽ ഓഷ്യൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു റോക്ക് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്താണ് ഇവരിയ്ക്കുന്നത്. പോരിഫെറയ്ക്ക് റെസ്പിറേറ്ററി ഓർഗൻസ് ഒന്നും തന്നെ ഇല്ല. ഇവരുടെ വാട്ടർ ഇവരുടെ ബോഡിയിലുള്ള ഓസ്റ്റിയ എന്ന് പറയുന്ന സ്മോൾ ആയിട്ടുള്ള ഓപ്പണിങ്സിൽ കൂടെ ചെന്നിട്ട് ഇൻസൈഡ് ഒരു സ്പഞ്ചോഫിയൽ എന്ന് പറയുന്ന ക്യാവിറ്റിയിലേക്ക് എത്തും. അവിടെ വെച്ച് ഇവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ എല്ലാം വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് വാട്ടറിലേക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. സോ ഡിഫ്യൂഷൻ വഴിയാണ് മെയിനായിട്ട് റെസ്പിറേഷൻ നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എക്സ്ക്രീഷനും നടക്കുന്നത്. അവരുടെ വേസ്റ്റായ അമോണിയ അവർ വാട്ടറിലേക്ക് വിടുകയും അത് ഔട്ടർ ഒരു ഓസ്കുലം എന്ന് പറഞ്ഞ ഓപ്പണിൽ കൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇവരുടെ ബോഡിയിൽ നെർവസ് സിസ്റ്റമോ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ ഒന്നും തന്നെ ഇല്ല. അവർക്ക് സെൻസ് ഓർഗൻസും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പോരിഫെറയെ തൊട്ടാലൊന്നും അത് അറിയാൻ പോലും പോകുന്നില്ല. ഒരു പോരിഫെറയ്ക്ക് ബ്രെയിനോ വേറെ നെർവ്സ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സോ ദാറ്റ്സ് ഓൾ വി ഹാവ് ഫോർ ടുഡേ. ബൈ ബൈ.